ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാനേ ഒരു ഇച്ചിരി ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ, അത് വെച്ചിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ചിക്കൻ കറി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ചിക്കൻ കറി വെക്കുന്നതൊക്കെ അറിയാം, നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് വെക്കാനൊക്കെ അറിയാം. പക്ഷേങ്കിൽ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവാണേ. അപ്പം സവോളയെല്ലാം ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒത്തിരി കനം കൂട്ടിയൊന്നും അരിയണ്ട, ചെറുതായിട്ട് സവോളയെല്ലാം അരിഞ്ഞെടുക്കണം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ മൂക്കൊക്കെ ഇങ്ങനെ അങ്ങ് ചെത്തി കളയാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇച്ചിരി കനം കുറച്ച് ഇച്ചിരി നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം തക്കാളി 2 നമുക്ക് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് അതിനകത്തേക്ക് 2 പച്ചമുളകാണ്. ഞാൻ 2 ചെറിയ പച്ചമുളക് ഇതിലേക്കൊന്ന് കീറിയിട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പൊളിച്ചിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ക്രഷ് ചെയ്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉടനെ വെളുത്തുള്ളി ഇഞ്ചിയും പൊളിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഞാനിതേപോലെ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ വേണ്ടത് നമുക്ക് പൊടികളാണ് കേട്ടോ. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇവിടെ മേടിച്ച് വെച്ചിരുന്നത് ഇച്ചിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല പൊടിച്ചത്. ഇത്രയും പൊടികളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഗരം മസാലയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, ഇതൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ്. 2 ബേ ലീഫ്, ഇച്ചിരി പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്കായും ഗ്രാമ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഈ ബേ ലീഫും സ്പൈസസും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബേ ലീഫ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്ന സമയം, അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സവാളയാണ്. സവാള ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, വളരെ കുഞ്ഞായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അത് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആ പച്ചമുളക് 2 എടുത്ത് വെച്ചില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നൊന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പം സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വരും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വൃത്തിയാക്കി ഒന്ന് എടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ അത് ഇളക്കിയിട്ട് നന്നായിട്ട് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തക്കാളിയാണ് കേട്ടോ.
തക്കാളി 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കിയ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് പിന്നെ തക്കാളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കാം. പൊടികളൊക്കെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനു മുമ്പേ ഞാൻ എൻ്റെ ചാനലിലൊരു ഇട്ട് കൊടുത്തിരിക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളതും ഒന്ന് പോയി കാണണം കേട്ടോ. നല്ല രീതിയിൽ ഞാൻ മോമോസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയ്ക്കും ഒത്തിരി വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കാണുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ സവോളയൊക്കെ മൂത്ത് വന്നില്ലേ, അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല പീസൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചത്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതേ എല്ലായിടത്തും അതിൻ്റെ നമ്മുടെ പൊടികളും ഉള്ളി എല്ലായിടത്തും എത്തണം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിച്ചപ്പും പുതിനയും ഇതേപോലെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ് മുറിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുതിനയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. പുതിനയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളമൊന്നും ഈ സമയത്ത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഓയിലിനകത്ത് കിടന്നാണ് ഇത്രയും ഇത് സോഫ്റ്റായിട്ട് വരുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പറായിരിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് അത് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാണ്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഇളക്കണം. ഞാനിതേ സ്പൂണിൽ പറ്റി പിടിച്ചൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കതൊന്ന് നല്ല രീതിയിൽ ഒന്നുകൂടെ ഇളക്കി ഒന്ന് സെറ്റായി വെച്ചതിന് ശേഷം നമുക്ക് അത് കണ്ടോ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 1 വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ. 1-ൽ കൂടുതൽ വിസിലടിച്ചാൽ അത് വെന്തങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ഇത് കണ്ടോ ഞാനൊരു വേറൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയാണ്, നല്ല മണവും ഒക്കെയാണ് കേട്ടോ. നമുക്ക് കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ഈ ചിക്കൻ കറി എല്ലാവർക്കും തന്നെ തയ്യാറാക്കാൻ പറ്റും. അത് നിങ്ങളൊക്കെ തയ്യാറാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഞാനും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.